ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സ്നേഹയുടെ കാര്യം പറഞ്ഞുകൊണ്ട് വഴക്കിടുകയാണ് ആതിരയും സന്ദീപും. എന്താണെങ്കിലും അവളോട് ഒരിക്കലും ക്ഷമിക്കാൻ എനിക്കാകില്ലെന്നും അത് അവൾ മരിച്ചാലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും സന്ദീപ് പറയുമ്പോൾ, എന്നാലേ എനിക്കും സന്ദീപിനോട് ദേഷ്യം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആതിര ദേഷ്യത്തോടെ മുറിയുടെ പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയുമാണ്. എന്താണെങ്കിലും നന്ദേട്ടനും സന്ദീപും കാണിച്ചത് വളരെ മോശമായി പോയെന്ന് അർച്ചന പറയുമ്പോൾ, ഒരിക്കലും അവരെങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് സച്ചിയും പറയുന്നു. സ്നേഹയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ബോധം കെട്ട് താഴെ വീണിട്ടുണ്ടാകും. അവളുടെ മനസ്സ് എന്തോരം വിഷമിച്ചിട്ടുണ്ടാകും. എന്താണെങ്കിലും നാളെ രാവിലെ അവിടം വരെ ഒന്ന് പോയി നോക്കാമെന്നും അർച്ചന പറയുമ്പോൾ, താൻ പോയി നോക്കിയിട്ട് വരാൻ സച്ചിയും പറയുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ഔട്ട് ഹൗസ് ആണ്. സ്നേഹ എഴുന്നേറ്റ് ചെന്ന് കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് മുഖത്തും കഴുത്തിലുമെല്ലാം നിറയെ കുരുക്കൾ വന്നിരിക്കുന്നത് കാണുന്നത്. തളർച്ചയോടെ സ്നേഹ കട്ടിലേക്ക് വന്നിരുന്നതിന് ശേഷം ധനുഷിനെ വീഡിയോ കോൾ ചെയ്യുകയാണ്. എന്താ സ്നേഹി, തൻ്റെ മുഖത്തൊക്കെ എന്തു പറ്റിയെന്ന് ധനുഷ് ഞെട്ടലോട് ചോദിക്കുമ്പോൾ സ്നേഹ പറയുകയാണ്, ധനുഷ്, ചിക്കൻ ബോക്സ് ആണ്, എനിക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അവന്തികയെ വിളിച്ച് നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയാമെന്ന് ധനുഷ് പറയുമ്പോൾ, ധനുഷിന് വരാൻ സാധിക്കുമോ എന്ന് സ്നേഹ ചോദിക്കുന്നു. ഞാനിപ്പോൾ ഒരു മീറ്റിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ഇവിടുന്ന് എന്താണെങ്കിലും ഉടനെയൊന്നും വരാൻ സാധിക്കില്ലെന്നും അതുകൊണ്ട് അവന്തികയുടെ അടുത്ത് പറയാമെന്നും പറഞ്ഞുകൊണ്ട് ധനുഷ് കോള് കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ധനുഷ് അവന്തികയെ വിളിക്കുന്നതാണ്. ധനുഷിന്റെ കോള് കണ്ടയുടൻ അവന്തിക പറയുകയാണ്, ഇന്നലത്തെ ഡോസ് നന്നായി തന്നെ ഏറ്റിട്ടുണ്ടെന്നാ തോന്നുന്നത്. തുടർന്ന് കോൾ എടുത്തതിന് ശേഷം അവന്തിക ചോദിക്കുകയാണ്, എന്താടാ നീ എന്താ വിളിച്ചത്? അത് പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ഹെൽപ്പ് വേണം. എന്താ, പണം വല്ലതും വേണോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ, സ്നേഹിക്കൊട്ടും വയ്യെന്നും ചിക്കൻ ബോക്സ് ആണെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നും ധനുഷ് അവന്തികയോട് ചോദിക്കുന്നു. ഇതെല്ലാം കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അവന്തിക. എന്താണെങ്കിലും അവൾ നിന്റെ ജീവിതത്തിൽ നിന്നും ഉടൻ തന്നെ പോകണമെന്ന് ഞാൻ ഏറെ ആഗ്രഹിച്ചതായിരുന്നു. അത് ഉടൻ തന്നെ നടന്നല്ലോ. എനിക്ക് വളരെ സന്തോഷമായി. വസൂരി പിടിച്ച് അവൾ ചത്തുപോകുന്നെങ്കിൽ പോകട്ടെടാ, നിനക്ക് അത്രയും സമാധാനമാകില്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ധനുഷ് ദേഷ്യത്തോടെ പറയുകയാണ്, ചീ നിർത്തടി, നീ ആരെക്കുറിച്ചാ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധ്യവുമുണ്ടോ? അതെ, എൻ്റെ ഭാര്യയാണ് സ്നേഹ. എന്താടാ, നിനക്ക് എന്നെക്കാളും വലുതാണോ അവളെന്ന് അവന്തിക ചോദിക്കുമ്പോൾ ധനുഷ് പറയുകയാണ്, അവന്തികെ, നമുക്കതിനെക്കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാം. നീ ഇപ്പോൾ തൽക്കാലം അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. അവന്തികെ പ്ലീസ് എന്ന് ധനുഷ് വീണ്ടും പറയുമ്പോൾ അവന്തിക പറയുകയാണ്, അതെ, ഇതൊക്കെ പകരുന്ന രോഗങ്ങളാ. ഞാൻ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെന്താ, എനിക്കും ചിക്കൻ ബോക്സ് വന്ന് ഞാനിവിടെ കിടക്കണോ? നിനക്ക് പണം വല്ലതും ആവശ്യമുണ്ടെങ്കിലേ ഞാൻ തരാം, അല്ലാതെ അവളുടെ കാര്യത്തിനൊന്നും നീ എന്നെ വിളിക്കണ്ട. ഇത്രയ്ക്കും മനുഷ്യത്വമില്ലാത്തൊരു മനുഷ്യനായി പോയല്ലോ നീ. ഇത്രയും നാളും എല്ലാത്തിനും നിന്റെ ഒപ്പം നിന്നിട്ടുള്ളതാ ഞാൻ. എന്നിട്ട് എൻ്റെ ഭാര്യയ്ക്കൊരു ആവശ്യം വന്നപ്പോൾ നിന്നെക്കൊണ്ട് പറ്റില്ലെന്നല്ലേ എന്നൊക്കെ ധനുഷ് പറയുമ്പോൾ അവന്തിക പറയുകയാണ്, നിനക്ക് അവളുടെ സ്നേഹമുള്ള ഭർത്താവായി തന്നെ ജീവിച്ച് മുന്നോട്ട് പോകാനാണ് പ്ലാനെങ്കിലേ നിന്റെ ഫോണിലേക്ക് ഞാനൊരു ഫോട്ടോ അയക്കാം. നീയേ അതാദ്യം കണ്ടു നോക്ക്, എന്നിട്ട് തീരുമാനിക്കാം നിന്റെ ഭാര്യ എങ്ങനെ മരിക്കണമെന്ന്. തുടർന്ന് അവന്തിക അയച്ച ഫോട്ടോ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ധനുഷ്. അവന്തികെ, ഇത് ചതിയാണ്, നീ എന്താ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണോ എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ, സ്നേഹയെ രക്ഷിക്കാൻ വേണ്ടി നീ നെല്ലിശ്ശേരിയിലെ ആരെയും ഫോൺ ചെയ്യാൻ പാടില്ല, ഇല്ലെങ്കിൽ ഇതെല്ലാവരെയും ഞാൻ കാണിക്കുമെന്നും വെച്ചിട്ട് പോടാ എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക കോള് കട്ട് ചെയ്യുമ്പോൾ ദേഷ്യത്തോടെ ഇരിക്കുകയാണ് ധനുഷ്. അങ്ങനെ കോള് കട്ട് ചെയ്തയുടൻ അവന്തിക മനസ്സിൽ പറയുകയാണ്, അവനെന്താണെങ്കിലും നെല്ലിശ്ശേരിയിൽ ആരെയും ഇനി സഹായത്തിന് വിളിക്കില്ല. വിളിച്ചാൽ എന്താകുമെന്ന് അവന് നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട്. തുടർന്ന് ടെൻഷനോടെ ധനുഷ് സ്നേഹയെ വിളിക്കുന്നു. സ്നേഹെ, അവന്തികയ്ക്ക് വരാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. തൽക്കാലം ഞാനൊരു ജോലിക്കാരി അറേഞ്ച് ചെയ്യട്ടെ, നീ അവരുമായിട്ട് ഹോസ്പിറ്റലിൽ പോകുമോ എന്നൊക്കെ ധനുഷ് ചോദിക്കുമ്പോൾ സ്നേഹ പറയുകയാണ്, ഇനി എന്താണെങ്കിലും അതിൻ്റെയൊന്നും ഒരാവശ്യവുമില്ല. എന്നെ സഹായിക്കാനേ ഇനി ഒരാളും വേണ്ട, ആളൊക്കെ എപ്പോഴേ വന്നു കഴിഞ്ഞു. ആരാണെന്ന് ധനുഷ് ചോദിക്കുമ്പോൾ സ്നേഹ പറയുകയാണ്, ധനുഷ് വീഡിയോ കോൾ വിളിക്ക്, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹ ധനുഷിനെ വീഡിയോ കോൾ ചെയ്യുകയാണ്. സ്നേഹയുടെ കൂടെ നിൽക്കുന്ന അർച്ചനയെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ധനുഷ്. ഇനി എൻ്റെ കാര്യം ഓർത്ത് ധനുഷ് ഒരു ടെൻഷനും അടിക്കണ്ട. അതേസമയം സ്നേഹയോട് വെള്ളം നിറച്ച് കുടിക്കാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അർച്ചന. അർച്ചന മേഡം, അവളെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ധനുഷ് പറയുമ്പോൾ അർച്ചന പറയുകയാണ്, അതൊന്നും ഓർത്ത് ധനുഷ് വിഷമിക്കണ്ട. എന്തോ ബിസിനസ് ആവശ്യത്തിന് പോയതാണെന്നല്ലേ പറഞ്ഞത്, എല്ലാം കഴിഞ്ഞ് പതിയെ തിരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന കോള് കട്ട് ചെയ്യുകയാണ്. തുടർന്ന് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അർച്ചന സ്നേഹയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്നേഹ പറയുകയാണ്, ഞാൻ അർച്ചനയെടുത്തിയ ഒരു ശത്രുവിനെ പോലെ കണ്ടിട്ടും എന്നെ ഇപ്പോൾ സഹായിക്കാൻ ഏട്ടത്തി തന്നെ വരേണ്ടി വന്നില്ലേ?
സ്നേഹേ, അതൊക്കെ ഞാൻ അന്നേരം പറയേണ്ടത് എൻ്റെ കടമയായിരുന്നു. നീ ചെയ്യേണ്ടത് നീയും ചെയ്തു, അത്ര തന്നെ. അതവിടെ എന്താണെങ്കിലും വിട്ടേക്ക്. പിന്നെ നീ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ നിന്നെ നോക്കേണ്ടത് എൻ്റെ കടമ തന്നെയാ. ഞാൻ പോയി നിനക്ക് കഞ്ഞി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അർച്ചന പുറത്തേക്ക് പോകുമ്പോൾ കുറ്റബോധത്തിൽ നേറിയിരിക്കുകയാണ് സ്നേഹ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.